3 ഹോട്ടലുകൾ ഞങ്ങൾ മാറി മാറി കയറി. പക്ഷെ ഒരുവിധം എല്ലായിടത്തും പോകുമ്പോഴും ഈ സമയമായോണ്ട് എന്താ അറിയില്ല, ഭക്ഷണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല, അപ്പോഴേ നമ്മളിപ്പോ എങ്ങനെ പോണറിയോ, പാലക്കാട് ജില്ല കഴിഞ്ഞു, അടുത്തതായിട്ട് നമ്മള് കോഴിക്കോട് ജില്ലയിലേക്കാണ് പോണത്. പാലക്കാട് ജില്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതിന്റെ ഒരു ഭാഗത്തെ, അതെ, ഒരു കുഞ്ഞു ഭാഗത്തെ നമ്മള് കിട്ടിയിട്ടുള്ളൂ. അതിനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇത്തവണ നമ്മള് പോകാൻ പോണെന്താ വെച്ചാല് നമ്മളെ ദുബായ് ജോസ് നമുക്ക് കിട്ടിയില്ല, പകരം നമുക്ക് ദുബായ് ഷാഫിയെ കിട്ടിയിട്ടുണ്ട്. ആള് ഇതേപോലെ വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങി കുളിച്ച് കുപ്പായം മാറ്റി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഒന്നുമില്ല, കള്ളോ കപ്പയോ കൊഞ്ചോ കരിമീനോ എന്താ വെച്ചാൽ കിട്ടണ എവിടെ വെച്ചാല് പോണം എന്നാണ് പറഞ്ഞത്. എല്ലാരും അടിച്ചു കയറി വാ. അപ്പൊ നമുക്ക് പോയി നോക്കാം നാടൻ ഐറ്റംസ്. അല്ല നമ്മളൊന്നും ഉദ്ദേശം അല്ലേ, എങ്ങക്ക് ഏതാണ് പറയ്. തനി നാടൻ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. റോഡ് പണി നടന്നോണ്ടിരിക്കണ ഈ ഒരു സൈഡിൽ കൂടെയാണ് നമ്മള് പോണത്. ഏകദേശം റോഡൊക്കെ ഏകദേശം ഇങ്ങനെ ആയിട്ടില്ലേ, അവിടെയും ഇവിടെയൊക്കെ പണികളും ഏകദേശം ഒക്കെ തീരുമാനമായിട്ടുണ്ട്. ഏകദേശമൊക്കെ ഏറെക്കുറെ റെഡി ആയെന്ന് വേണമെങ്കിൽ പറയാം. എവിടെ എത്തി, മാങ്കാവൊക്കെ കഴിഞ്ഞ് പോയിന്നാ തോന്നണേ. കൊറേ ഇങ്ങോട്ട് പോകും നമ്മള്. ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും. അന്ന് പാലക്കാട് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ എവിടെയെന്ന് വെച്ചപ്പോ അയ്യപ്പേന്റെ ഹോട്ടലിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഒരു അമ്മമ്മയെ പറഞ്ഞില്ലേ. പിന്നെ ചോദിക്കുന്നവരോട് ഫുള്ള് അയ്യപ്പേട്ടന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞു. അല്ല, ഇനി ചോദിക്കാൻ വേണ്ടി നമ്മളെ എങ്ങട്ടാ പോണേ? ഞാൻ ഫ്രണ്ടിനോട് ഒരുത്തനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ, വിളിച്ച് ചോദിച്ചു. ഓൻ പറഞ്ഞു ഇവിടെ ഒരു നാടൻ സ്ഥലമുണ്ട്, എന്താ പുട്ടൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. പുട്ടാണോ? അതിനാണ് ഇപ്പൊ ഇന്ന് രാവിലെ എനിക്ക് പുട്ടേന്ന്. അവിടെ പുട്ടാണോ വെച്ചാ അവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് അങ്ങനെ എന്തോ ദുബായില് പോയി. അവിടെ വെറൈറ്റീസ് ഓഫ് പുട്ട്, ഒരു 100 ഐറ്റം പുട്ടുണ്ട്. നമ്മള് സാധാരണ കാണുന്ന വേവിച്ച ഈ സാധാ പുട്ടല്ല, പുട്ട് ബിരിയാണി, പുട്ടിന്റെ ബീഫ് ഐറ്റം, ചിക്കൻ ഐറ്റം, ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് പുട്ടിന്റെ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ഐറ്റം കിട്ടാൻ പോകുന്ന അറിയില്ല. എന്താണ്, ഞാനിന്ന് രാവിലെ പുട്ടും പഴയുന്നു രാവിലെ. ഇനിയിപ്പോ വൈകുന്നേരം പുട്ടാണ്. വേറൊന്നും ഉണ്ടാവില്ലേ മനു, നാടൻ ഐറ്റംസ്? എന്താ പോയോ? പച്ച ഷർട്ട് ഇട്ടാണോ? പഞ്ചായത്തിനാന്ന് എഴുതിയ പച്ച ഷർട്ടുകാരനെ ഞാൻ തല്ലിന്ന് പറഞ്ഞില്ലേ. പുട്ടുകട ഇവിടെ പോയി നോക്കാം നമുക്ക്. എന്താണ് ശ്രീധരേട്ടന്റെ പുട്ടുകട? ശ്രീധരേട്ടന്റെ പുട്ടുകട ആണെങ്കിലേ അതിനാണ് അവിടെ എത്രയും വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ച് കണ്ടിട്ട് ചോദിക്കാം. പഴക്കമുള്ള കടയല്ലേ സംഭവം. കണ്ട സ്ഥിതിക്ക് കയറല്ല, അതിപ്പോ വേറെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. വേറെ ഉള്ളിക്ക് ശ്രീധരേട്ടന്റെ ചായക്കട. അവിടെ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. അതാ ചുമരില്, ഞാനത് ചുമരില് കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ നോക്കിയതാ. A few moments later. അങ്ങനെ നമ്മള് കേറിയ അതേപോലെ തന്നെ പട്ടിച്ചന്തക്ക് പോയ പോലെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്. അന്നെ പറഞ്ഞാ മതി, എനിക്ക് വലിയ ഹൈപ്പൊക്കെ കൊടുത്ത്. എന്തേട്ടന്റെ ശ്രീധരേട്ടന്റെ പുട്ടുകട പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പുട്ടുകട ഉണ്ട് അവിടെ, സാധനം ഏകദേശം കഴിഞ്ഞ് ഞങ്ങളെത്തിയപ്പോൾക്ക് പുട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ മട്ടൺ ഇഷ്ടോ അല്ലെ, എന്തൊക്കെ കടുക്ക, ചെമ്മീനോ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഒക്കെ ടൈം കഴിഞ്ഞു പോയി. അപ്പൊ നമ്മള് ഇനിയും അതേപോലത്തെ നാടൻ ഐറ്റംസ് എവിടെയും കിട്ടുമോ എന്നുള്ളത് ഒന്നും കൂടി തപ്പാണ്. നോക്ക കിട്ടാതിരിക്കൂല, കോഴിക്കോടല്ലേ. അപ്പൊ ഇത്ര നേരം വീഡിയോയിൽ ഇല്ലാത്ത ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. വീഡിയോയില് ഉണ്ടേന്നോ തുടക്കത്തിൽ തന്നെ ഉണ്ട്, പക്ഷെ ആൾക്ക് അപ്പൊ വീഡിയോക്ക് കയറാനൊരു മടി, ചമ്മൽ. അപ്പൊ വിശപ്പിന്റെ വിളി അങ്ങത്തോളം എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ക്യാമറന്റെ മുന്നിൽ കാര്യമില്ല. ഞങ്ങൾ 2-3 കടകൾ ഞങ്ങൾ കയറി, 3 ഹോട്ടലുകൾ ഞങ്ങൾ മാറി മാറി കയറി. പക്ഷെ ഒരുവിധം എല്ലായിടത്തും പോകുമ്പോഴും ഈ സമയമായോണ്ട് എന്താ അറിയില്ല, ഭക്ഷണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല, ഞങ്ങൾക്ക് ഉണ്ട് ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു തരം വെറൈറ്റി ഫുഡ്, അതെ, ഞങ്ങൾ അത് തെരഞ്ഞാണ് ഇറങ്ങിയത്. കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ വന്ന സമയത്തിന്റെ ആ ഒരു മോശമാണോ എന്നുള്ളത് അറിയില്ല. ഉണ്ട്, ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒക്കെ ബിരിയാണി ഒക്കെ ബിരിയാണികൾ ഇവിടെ ഫേമസ് ആണ്, അത് ഇഷ്ടംമാരുണ്ട്. പക്ഷെ നമുക്ക് അതല്ലാതെ എന്തെങ്കിലും കിട്ടുമോന്ന് തപ്പി നമ്മള് 1980s കണ്ടിട്ട് ഒരു പഴയ ലുക്കൊക്കെ. ദുബായിലെ സുഹൃത്ത് റെക്കമെൻഡ് ചെയ്ത്, സക്കീർക്ക റെക്കമെൻഡ് ചെയ്ത പ്രകാരമാണ് ഇവിടെ എത്തിയത്. അപ്പൊ എന്തായാലും ഇത് പൊളിക്കും തോന്നുന്നുണ്ട്. ഇതിന്റെ ടൈറ്റില് നൊസ്റ്റാൾജിക് റെസ്റ്റോറന്റ് എന്നാ പറയുന്നത്. ഒരു പഴമ ഫീൽ ചെയ്യും ഉള്ളില് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പോയി നോക്കാം എന്തൊക്കെ വെറൈറ്റികളാണ് അവിടെ ഉള്ളതും കൂടി നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ കഴിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങടനെ ഇറങ്ങി പോരും.
വാതിൽ തള്ളി തുറക്കൂ. ഇത് മറ്റേ ഈ ഒരു മണിച്ചിരത്താഴിൻ്റെ വാതിൽ പോലുണ്ട്. 1980s. ഇവിടെ ഒരുപാട് ഐറ്റംസ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ടുഡേ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങോട്ടൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബേസിലൊക്കെ വന്നിട്ടുണ്ടേ. ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് എന്തായാലും. അപ്പോൾ നല്ലൊരു അടിപൊളി ആയിരിക്കുമല്ലേ മനു? മാമുക്കോയ എല്ലാവരും ഉണ്ട്. ഇതാ പേരെടുത്ത് പറയണ്ട, ഒരുപാട് ആൾക്കാരുണ്ട്. നല്ലൊരു സമാബർ ടീ കുടിക്കണം നമുക്ക്. പഴയ ഒരു ഫീല് ഓടിട്ട് അതല്ലടാ, നോക്ക് മോൾക്ക് നോക്കി നോക്കിയാ ഓടിട്ട് കെട്ടിടാണ്. നല്ല രസമുണ്ട്. ഏതായാലും നമ്മളേതായാലും കുറേ നേരം നടന്നിട്ട് കിട്ടിയ നല്ലൊരു കടയിൽ പോയില്ലേ. നല്ല നടുവിലൊരു മുറ്റം, എന്നിട്ട് അതിന്റെ 2 സൈഡിലുമാണ് 4 സൈഡിലും ഭക്ഷണം കഴിക്കാനുള്ള ഏരിയാസ്. പഴയ സെറ്റപ്പ് അതന്നെ. നമ്മളെ വീട് വരാന്തയിൽ ഇരുന്നിട്ട് നമ്മള് വരാന്തയിലൊക്കെ ഇരുന്ന് കണ്ട് ഫുഡൊക്കെ കഴിക്കാനൊരു ചിലപ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അതേപോലെ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് കഴിക്കണൊരു അല്ലേ ആ ഒരു തോന്നൽ. പക്ഷെ മഴ പെയ്യുമ്പോൾ എവിടെയൊക്കെയോ നല്ല രസം. ഓപ്പൺ ഏരിയ ആണ്. നമ്മള് നടുമുറ്റത്താണ്. ഇത് നല്ല ഓപ്പൺ ഏരിയ ആണ്. നല്ല രസമുള്ള സ്ഥലം. ഏതായാലും കയറി നോക്കാം നമുക്ക്. അതേപോലെ ഫുഡ് അടിപൊളിയായാൽ മതിയെന്ന് നോക്കാം. പഴയ അങ്ങാടിനെ ഓർമ്മിപ്പിക്കുന്ന കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കോഴിക്കോട് എന്താണ്? ഏതോ കാലത്ത് കണ്ട, ഞാൻ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എന്ത് സാധനം? പഴയ സിനിമയിലൊക്കെ ഉണ്ടാവുന്ന സ്വിച്ച് അല്ലത്? പഴയ കാലത്തുള്ള സ്വിച്ച് അത്. ആണോ? ആ, പണ്ട് കാലത്ത് കണ്ടില്ലേ ഇതേപോലത്തെ സ്വിച്ച്? ഇത് അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. മറ്റേ സിനിമ ഫ്രണ്ട്സ് സിനിമയിലെ കണ്ടില്ലേ? ഇതുമ്പോ കറണ്ട് അതൊന്നല്ല. അത് അതൊന്നും ആവൂല. അത് സ്വിച്ചാണ്, ഓൺ ഓഫ് ആക്കുന്ന സ്വിച്ചാണ്. അതല്ല ഞാൻ പറയേ, ഇങ്ങനത്തെ ജനലൊന്നും ഇപ്പൊ എവിടെയും കാണാനില്ലേ അല്ലേ? നമ്മളെ പഴയ വീടിന്റെ ഒക്കെ നമ്മള് പഴയ കാലത്തെ ജനല്. ഇത് പഴയ കാലത്തെ ജനൽ തന്നെ കേട്ടോ. ഇതാ ഇവിടെയൊക്കെ കുറേ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം. അപ്പം അങ്ങനെ വന്ന് നോക്കിയതാ. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ വില വിവര പട്ടിക കേട്ടോ. കണ്ടോ? സ്ഥാപിതം 23 വൃശ്ചികം 2014, 23 നവംബർ 2014. ഇത് കല്യാണ കത്ത് വാങ്ങിക്കാൻ. ആഹാ. മെനു ശീതീകരിച്ച മുറി അഥവാ AC. മീൽസ് എന്തൊക്കെയോ വിഭവങ്ങളുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ടൊന്നും വായിച്ചൊന്നും തരുന്നില്ല കേട്ടോ. ബ്രെഡ് ഐറ്റംസ് ഉണ്ട്. ഇത് ഇവർക്ക് മലയാളത്തിലാക്കിയെന്ന് അങ്ങനെയാണെങ്കിൽ കേട്ടോ. ഇത് ഇംഗ്ലീഷിലായി പോയി. പക്ഷെ ഇതിന് ഈ പേപ്പറൊക്കെ നോക്കിയാൽ ഒരു പഴയൊരു പുക പിടിച്ചിട്ടുണ്ടാവുമല്ലോ. കുറേ പഴയ കാലത്ത് എന്താ പറയുക, നമ്മളെ ഈ ആധാരമൊക്കെ എടുത്ത് നോക്കൂലേ, അതേപോലെ ഉണ്ട്. സ്നാക്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ഒരുപാടുണ്ട്. ചിക്കൻ സ്പെഷ്യൽസ് ഇതാ വരുന്നു. മട്ടൻ ഉണ്ട്. കഴിഞ്ഞു. അതായത് നമ്മള് ഫുഡൊക്കെ ഏകദേശം ഓർഡർ ചെയ്തില്ലേ? ഓർഡർ ചെയ്ത്. അപ്പൊ എന്തൊക്കെയാ പത്തിരിയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അരച്ചു ചുട്ട പത്തല്, സാദാ പത്തല്, കണ്ണ് വെച്ച പത്തിരി, അതാണ് നമ്മൾ പത്തിരി ഐറ്റംസ് ഓർഡർ ചെയ്തത്. ഇതൊക്കെ ഏതൊക്കെയെന്ന് അറിയോ? എന്നാലും മനസ്സിലാവോ? കൊണ്ടുവന്നാ മനസ്സിലാവുന്ന ഉറപ്പാണ്. പറഞ്ഞോട്ടാ നോക്കട്ടെ. കാരണം നമ്മളവിടത്തെ മോഡലാവൂലല്ലോ ചിലപ്പോൾ. അവിടെ നോക്കാം. പിന്നെന്താ പറഞ്ഞത്? തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മട്ടൻ പെപ്പർ അത് പറഞ്ഞിട്ടുണ്ട്. പാൽ പൊറോട്ടേൻ്റെ ബീഫിൻ്റെ പറഞ്ഞിട്ടുണ്ട്. പാൽ പൊറോട്ടേൻ്റെ ചിക്കൻ്റെയും പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെയാണ് എൻ്റെ ഓർമ്മ. കാണാം. ഈ ടേബിൾ മതിയാവോ നോക്കാം. ചായ ചിയേഴ്സ് അടിക്കാത്ത ചായയാണ്. സമാവർ ചായ. പക്ഷേ ഈ ചായ ഗ്ലാസിൻ്റെ വെറൈറ്റി ഒക്കെ പഴയ ഒരു രീതിയിലത്തെ ചായ ഗ്ലാസ് ഉണ്ട് കുട്ടിയെ. അതന്നെ, നിങ്ങളൊക്കെ പഴയ കാലത്തെ ആൾക്കാരല്ലേ. ഞാനും ഇനി വൈദ്യുതി കുറവില്ല. ചായ എങ്ങനെയുണ്ട് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ചായ, നല്ല പൊടിയുള്ള ചായ കേട്ടോ. തീർത്തും സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ചായയാണ്, നല്ല കടുപ്പുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമായില്ല. സാധാരണ ഞാൻ സമാവർ ചായ കുടിക്കാറുണ്ട്, പക്ഷെ അത്ര എനിക്കൊരു ഇത് കിട്ടിയില്ല. ഞാൻ നല്ലൊരു കടുപ്പൊക്കെ എത്ര മതി, പക്ഷേ ചായയുടെ വേറൊരു ടേസ്റ്റ് വരാണ്ട് ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് അരച്ച് ചുട്ട പത്തിരിയാണ്. അത് സംഭവം ശരിയാണ്. ഇത് ചിക്കൻ തേങ്ങാപ്പാൽ. ഇതായിരിക്കും ചിലപ്പോൾ അവർ പറഞ്ഞ കുരുമുളകിട്ട് വറ്റിച്ച മട്ടൻ. യെസ്. പിന്നെ 2 സാധനങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പാൽ പൊറോട്ട ആയിരിക്കും അല്ലേ?
ഞാനേ തിരിച്ച് ഓപ്പൺ ചെയ്ത് കാണിച്ചു കേട്ടോ. ഓ ഇലയൊക്കെ വെച്ചിട്ടുണ്ടേ. യെസ്, നമ്മൾ പറയാത്തൊരു ഐറ്റം ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ. ഇതാ മുട്ട പിഴുങ്ങി വെച്ചിട്ടുണ്ട്. അതെ അതെ, ഇത് ബീഫാണ്. ബീഫിൻ്റെ പാൽ പൊറോട്ട. യെസ്, ഇത് ചിക്കൻ്റെ പാൽ പൊറോട്ട. ചിക്കൻ പൊരിച്ച് വെച്ചതുകൊണ്ട് അതിലുണ്ട് ഒരു മുട്ട പുഴുങ്ങി. പൂരി ഓർഡർ ചെയ്തേ നമ്മൾ. ഇത് പൊരിച്ച പത്തിരി ആയിരിക്കാട്ടോ. അപ്പോൾ ഇത് നെയ്പ്പത്തൽ. യെസ്, ചെറുത് കുഞ്ഞ് നെയ്പ്പത്തലാട്ടോ. ഞങ്ങൾ വലിയ ബോള് പോലത്തെ വലിയ നെയ്പ്പത്തലാണ് ഉദ്ദേശിച്ചത്. ഇത് ഇറച്ചിപ്പുട്ട്. ഞാൻ വിചാരിച്ച ഇറച്ചിപ്പുട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വലിയ പുട്ടുകുറ്റിയിൽ കൊണ്ടുവരൂലേ, ഉദ്ദേശിച്ച്. അപ്പോൾ ഇതാണ് കണ്ണ് വെച്ച പത്തിരി കേട്ടോ. അപ്പോൾ അതിന് ഉദ്ദേശിക്കുന്നത് എന്താ എനിക്ക് തോന്നണത് കണ്ടിട്ടേ. ഇതിങ്ങനെ ബോളായി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കണ്ണുകളായിട്ടാണോ അവർ ഉദ്ദേശിക്കണാവോ അല്ലേ? അങ്ങനെ ആവും തോന്നുന്നുണ്ടല്ലേ. ശരി. ഇതൊന്നുമില്ല കേട്ടോ, ഇത് പകുതിയുള്ളേ. മുട്ട നമ്മളെ ചതിച്ചു കേസ്. നമ്മൾ പറയാത്തതായതുകൊണ്ടായിരിക്കാം പകുതിയുള്ളൂ. പിന്നെ 2 കഷ്ണം പൊരിച്ച ചിക്കനും ഉണ്ട് കേട്ടോ അതിൽ. ഇതിൻ്റെ ഉള്ളിൽ ഇതാ പൊറോട്ട, പാൽ പൊറോട്ടയല്ലേ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ചിക്കൻ്റെ പാൽ പൊറോട്ട ഉണ്ടോ, ഇതിനുള്ളിൽ നിറയെ ചിക്കനൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അടുത്തതായിട്ട് ഇതാ ഇതിലും പകുതി മുട്ട ഉണ്ട്. അപ്പോൾ അതിന് നമ്മളിവിടെ മാറ്റി വെച്ചതിന് ശേഷം നല്ല അടിപൊളി ബീഫാണ് കേട്ടോ. സൂപ്പർ ബീഫാണ്. കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ടില്ല, കഴിച്ചു നോക്കാം. ഇതിൻ്റെ താഴെ ഉണ്ടായിരിക്കാം നിറയെ ബീഫിൻ്റെ അടിപൊളി സംഭവം. നല്ല ഇറച്ചിപ്പുട്ടാണ്. ഇറച്ചിപ്പുട്ടിനെ എങ്ങനെയാണ് പൊട്ടിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ചിക്കൻ ഫില്ല് ചെയ്ത് വെച്ച് നമ്മൾ കാണുന്നത്. കൂടുതലായിട്ടൊന്നും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങിങ്ങൊക്കെ ഇതാ കുറച്ച് ഉണ്ട്. എല്ലാ ചൂടാണേ, ആവി പറക്കണേ ഇറച്ചിപ്പുട്ട്. അങ്ങനെ ഇറച്ചിപ്പുട്ടെന്ന് തുടങ്ങണേ. ലേശം അവിടെ നല്ല പോളിങ്ങാണ്. എല്ലാം കുറച്ച് കഴിക്കട്ടോ. വേണ്ടെന്ന് പറയാൻ പറ്റില്ല. വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ പറയാം. ഞാൻ പറഞ്ഞത് ആള് വേണ്ടെന്ന് പറയില്ല. അപ്പൊ ഫുഡ് കഴിച്ച് ഫുഡിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയണ്ടടാ? അതെ, വേണം. ഫുഡ് പറഞ്ഞാല് തന്നെ നമ്മളിപ്പോ എന്തൊക്കെ ഐറ്റംസ് കഴിച്ചു, കുറെ ഐറ്റംസ് കഴിച്ചില്ലേ? ഒരുപാട് ഐറ്റംസ് കഴിച്ചു. പിന്നെ പുട്ട്, ബീഫ് പുട്ടും 3 തരം വെറൈറ്റി പത്തിരീസ്. അതില് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാരോ എല്ലാരും ഒരേ സ്ഥലത്ത് ഫസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ അത്രയും കൂടുതൽ ഐറ്റംസ് നമ്മൾ കഴിച്ച്. എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ ആയിട്ട് ഏറ്റവും ഇഷ്ടമായത് ഏതാ വെച്ചാല് മട്ടന്റെ പെപ്പർ മട്ടൻ. ഓ, അത് നല്ല രസം. പെപ്പർ മട്ടൻ റോസ്റ്റ് പറഞ്ഞ സാധനം നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊക്കെ അതാണ് ഏറ്റവും ഇഷ്ടമായത്. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ ഓർഡർ ചെയ്ത ചിക്കൻ തേങ്ങാപ്പാലില്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു സ്പൈസിനെസ് അതിനില്ല അല്ലേ? പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്താ വെച്ചാല് ഒന്നും കൂടി ആ പാൽ പൊറോട്ടയത്തെ ചിക്കന്റെ പാൽ പൊറോട്ട അതെനിക്ക് ബീഫ് അടിപൊളിയാണ്. മധുരം നല്ല മധുരമായിട്ട് നമുക്ക് അത്രയായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ബീഫ് കുഴപ്പമില്ലല്ലോ. ബീഫ് നമുക്ക് ഇഷ്ടമായി. ബീഫ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, ഇത് മുട്ട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു മുട്ട പുഴുങ്ങിയതിന്റെ ഹാഫ് ഉണ്ടായിരുന്നില്ലേ, അതോള് കഴിച്ചു. മുട്ട ഫുള്ളാണ് വെച്ച് തിരിക്കുമ്പോഴാണ് മുട്ട ഹാഫാണ്. നമ്മൾ ആദ്യം പറ്റിക്കപ്പെട്ടു. സമാവർ ചായ എനിക്ക് അത്ര, പക്ഷെ എനിക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട്. ചായക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആവും, അതുകൊണ്ടാവും. നെയ്പ്പത്തലൊക്കെ വളരെ ചെറുതാണ്. നമ്മൾ എവിടെ പോയാലും വലിയ നെയ്പ്പത്തല കിട്ടുക. അതുകൊണ്ട് ഞങ്ങൾ 2 ഓർഡർ ചെയ്തിട്ടുള്ളൂ. ചെറുത വലുതാവുന്ന മറ്റേ എന്താ കണ്ണ് പത്തലോ, കണ്ണുമ്മ എന്താ കണ്ണ് വെച്ച പത്തല്. ഓ, അത് നല്ല രസം. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ വീണ്ടും ഓർഡർ ചെയ്യാൻ. അപ്പൊ അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഇഷ്ടമായി. നിങ്ങൾക്കോ? സാധാ പത്തിരി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പക്ഷെ ഇഷ്ടമായിട്ട് നല്ല അരച്ചിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായമല്ല, പൊടി ഉണ്ടാക്കി തന്നെയാണ്. അല്ല, ചെറിയൊരു തെരുതെരിപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടമാവാത്ത ഈ ഒരു സംഭവം, അതായത് ചിക്കൻ പാൽ പൊറോട്ടയിലുള്ള ചിക്കൻ. മധുരത്തിന്റെ പ്രശ്നം. പിന്നെ അതേപോലെ തന്നെ ആ വെള്ള കറി ഓർഡർ ചെയ്ത് തീർക്കേണ്ട ഇതിൽ ഞാൻ പിന്നെ വളരെ കഷ്ടപ്പെട്ട് കാരണം ഞങ്ങളെല്ലാരും ബാക്കിയും ആയിരുന്നു അത്. ഏതായാലും അങ്ങനെയൊന്നും അവിടുത്തെ ഭക്ഷണം ഓവറോള് ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു ആംബിയൻസ് കിട്ടി, നല്ലൊരു പഴമ ഒരു ഫീൽ ചെയ്യണ സെറ്റപ്പും കാര്യങ്ങളും. തെരഞ്ഞ ഹോട്ടൽസിൽ നമുക്ക് ഇരുന്ന് വീഡിയോ എടുക്കാനും അടിപൊളിയായിട്ട് ഒരു ഒഴിഞ്ഞ ഫീലൊക്കെ കിട്ടിയ ഒരു സ്ഥലം തന്നെ. പിന്നെ അവരെ ഇതാണ്ടോ, അതായത് ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമായിരുന്നു. അടിപൊളിയാണ്. വളരെ നല്ല രീതിയിൽ സർവീസ് നമ്മളോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുക, പെരുമാറുക, നമുക്ക് വേണ്ടത് എന്തിനും നമ്മളൊപ്പം നിൽക്കുക, അങ്ങനെയൊക്കെ അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഒന്നുകൂടി ഒരു കോഴിക്കോട് ഇവിടെ വന്ന് എന്താ വെറൈറ്റി കിട്ടുക എന്നുള്ള അന്വേഷിച്ചിട്ട്
അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഓർഡർ ചെയ്തത്. അതെ. ബിരിയാണി നമുക്ക് എപ്പോഴും ഇവിടെ വന്ന റാമത്ത് ഹോട്ടലിലെ ബിരിയാണി അല്ലെ പാരഗണ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. വേറൊരു വെറൈറ്റി നമ്മള് നോക്കിയപ്പോഴാണ് ഇത് കിട്ടിയത്. ചിലപ്പോ ഇനിയും ഉണ്ടാവട്ടെ. അപ്പൊ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. കോഴിക്കോട്ടുകാര് നല്ല ഫുഡ് കിട്ടണ വെറൈറ്റി ഫുഡ് നിങ്ങൾക്ക് ഇതേപോലെ നല്ലതാണെന്ന് ഓർക്ക് കാണുമ്പോ നിങ്ങൾക്ക് തോന്നില്ല. അതായത് ഞങ്ങൾ കോഴിക്കോട് വന്ന് നിങ്ങൾ അവിടെ പോയില്ല എവിടെ പോയില്ല ഞങ്ങളോട് ചോദിക്കുമല്ലോ. അപ്പൊ അതിനും വേണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. അടുത്ത തവണ നമ്മൾ വരുമ്പോ എന്തായാലും ഞങ്ങൾ എങ്ങോട്ടാണ് വരേണ്ടത് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മള് ഇതേപോലെ നമുക്ക് നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ള ഫുഡായിരിക്കണം. അതാണ് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ തെരഞ്ഞു അല്ലേ. ഒരുപാട് സ്ഥലങ്ങൾ തെരഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയതാണിത്. അപ്പൊ അങ്ങനെയുണ്ട് കാര്യങ്ങള്. അപ്പൊ ഇനി ഇതേപോലെ അപ്പൊ നമ്മള് എവിടുന്ന മലപ്പുറത്തുനിന്ന് വരികയാണ്. കോഴിക്കോട് ഞങ്ങൾ ഏറ്റവും അടുത്തുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല. അവിടെ എത്തി പാലക്കാട് പോയി. പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീണ്ടും പറയാണ്. പാലക്കാടുകാർ നല്ല സ്നേഹത്തോടു കൂടി ഒരുപാട് ആൾക്കാർ എനിക്ക് അറിയില്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ച് അതുപോലെ വീഡിയോ കാണാറുണ്ട്, സബ്സ്ക്രൈബേഴ്സാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പാലക്കാട് നിന്ന് വന്നേനെ. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് ഒന്നും കൂടി പാലക്കാടിന് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയും കോഴിക്കോടേക്ക് വരും. ഞങ്ങൾ അടുത്തുള്ള ജില്ല ആയതുകൊണ്ട് വീണ്ടും കോഴിക്കോടേക്ക് വരും. അതുപോലെ മറ്റ് ജില്ലകളിലേക്കും നമുക്ക് പോണമെന്നുണ്ട്. അപ്പൊ മറ്റു ജില്ലകളിലുള്ളവർ എന്ത് വിചാരിച്ചോ ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങളവിടെ ഏറ്റവും വെറൈറ്റീസ് അതേപോലെ ഞങ്ങൾ എന്തായാലും കഴിച്ച് അഭിപ്രായം പറയണം എന്ന് ആഗ്രഹിക്കണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതായത് ഇപ്പം പാലക്കാടാണെങ്കിൽ പാലക്കാടിന്റെ മാത്രം അഹങ്കാരമായിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതേപോലെ കോഴിക്കോടിന്റെ അഹങ്കാരമായിട്ടുള്ള ബിരിയാണി പോലുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതേപോലെ നിങ്ങളെ നാട്ടിലെ ഏതാണ് സ്വന്തം നാടിന്റെ സ്വന്തം സാധനം മനസ്സോട് ഇങ്ങനെ ചേർത്തെക്കാൻ പറ്റിയ സാധനം ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ അവിടെ വന്ന് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.